അതായത് നമ്മുടെ പ്രിയപ്പെട്ട യുദ്ധവിമാനങ്ങളായ സുഖോയ് 30, മിറാഷ് 2000, റഫേൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിക്ക് മുകളിൽ കൃത്യമായ നിരീക്ഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, കാർഗിൽ യുദ്ധസമയത്തുൾപ്പെടെ ഈ പറയുന്ന മിറാഷ് 2000 വലിയ നാശനഷ്ടങ്ങൾ അവർക്ക് വിതച്ചതാണ്. ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ വീണ്ടും നമ്മൾ പ്രധാനമായിട്ടും ഈ അതിർത്തി മേഖലയിൽ വിന്യസിക്കുന്നു. അതായത് ബാർമർ മുതൽ ജോധ്പൂർ വരെയുള്ള മേഖലകളിലാണ് നമ്മളുടെ വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നത്. അതിനെ വളരെ നിസ്സാരമായിട്ടല്ല കാണുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ പ്രകോപനപരമായ നിലപാടെടുക്കുകയോ ചെയ്താൽ അതിനെ ഒരു യുദ്ധ പ്രഖ്യാപനമായി കാണുമെന്നും നമ്മൾ ആക്രമിക്കുമെന്നും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാകിസ്ഥാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന് നേരത്തെ തന്നെ സൂചനകൾ ഇൻ്റലിജൻസ് വൃത്തങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതേ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ അങ്ങോട്ടേക്ക് പോയി കാണുന്നു. ഇതിനുശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിനെ തുടർന്ന് 3 സേനാ മേധാവികളുമായിട്ട് നമ്മുടെ അജിത് ഡോവൽ, അതായത് സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥാനം വഹിക്കുന്ന അജിത് ഡോവൽ ഒരു കൂടിക്കാഴ്ച നടത്തി. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുന്നത് എന്തോ വലിയ പ്ലാനിങ് നടക്കുന്നു, പക്ഷേ ഇക്കാര്യങ്ങൾ വ്യക്തമായിട്ട് പുറത്തേക്ക് പറയുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.